ചില ചോദ്യങ്ങളാണ്, അതിന് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്നെ നോക്കി നിൽക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഇച്ചിരി ഇങ്ങനെ ഒതുങ്ങി നിന്നേ. ഒതുങ്ങി നിന്നേ. ഓക്കെ, നിങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് ഒതുങ്ങി നിന്നേ. എന്നിട്ട് എന്നെ കാണാൻ പാകത്തിന് കണ്ട് തിരിഞ്ഞ് നിന്നാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുകയാണ്. ആ ചോദ്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ ഉത്തരം പറയുന്നത് ദേവാലയത്തിലാണ്. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. മാത്രമല്ല, ദേവാലയത്തിൽ ദൈവസഭയുടെ മുമ്പാകെ നിങ്ങൾ ചില പ്രതിജ്ഞകൾ എടുക്കുകയാണ്. നമ്മൾ വായ കൊണ്ടാണ് പറയുന്നത് എങ്കിലും, അല്ല നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയുന്നുവെങ്കിലും, അത് നമ്മൾ ഈ മുദ്രപത്രത്തിലൊക്കെ എഴുതി കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവം മുമ്പാകെ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? ദൈവസന്നിധിയിൽ പറയരുത് എന്നാണ് വേദോസം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വേദോസം പറയുന്നത്, ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറവാൻ നിങ്ങൾ തത്രപ്പെടരുതാണ്. തത്രപ്പെടഞ്ഞാൽ ഇടിപിടിന്നൊന്നും പറയാം, ആലോചിക്കാത്തൊരു കാര്യം എന്ത് ചെയ്യരുത്? ദൈവസന്നിധിയിൽ പറയാൻ പാടില്ല, അല്ല ദൈവത്തോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ചിന്തയോടെ പറയണം. ഇതുവരെ നിങ്ങൾ പഠിച്ചതായ പാഠങ്ങൾ സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ അല്ലാതെയും സിറിയൻ ക്ലാസ്സിലൊക്കെയും പഠിച്ചതും ഇപ്പോൾ നമ്മൾ പ്രസംഗത്തിലൂടെ നമ്മൾ കേട്ടതും ഞാൻ ചോദിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞതുമായ പല കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ആദ്യം പെൺകുട്ടികൾ ഉത്തരം പറയണം ഒരുമിച്ച്, അതിനുശേഷം ആൺകുട്ടികളും ചേർന്ന് ഉത്തരം പറയണം. ചോദ്യം ഇതാണ്: ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിന്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. അതിന് ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു എന്നാണ് ഉത്തരം പറയേണ്ടത്. ഒന്നുകൂടെ പറയാം ചോദ്യം: ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിന്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു. പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരം ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയേണ്ടത്. ചോദ്യം ഇതാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. അതായത് വേറെ ദൈവങ്ങൾ ഒന്നുമേ ഇല്ല. നാം വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നീ വിശ്വസിക്കുന്നു എന്നാണ് ചോദ്യം. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിന് ഉത്തരം സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്നാണ്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെയായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ചോദ്യം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് യേശു ആരാണ്? മുമ്പേ നിങ്ങൾ ഉത്തരം പറഞ്ഞായിരുന്നു. യേശു ആരാണ്? നമ്മുടെ രക്ഷകൻ. യേശു ആരാണ്? രക്ഷകൻ. രക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷിക്കുന്നവൻ, അല്ലേ? രക്ഷകൻ, രക്ഷിക്കുന്നവൻ. നമ്മളെ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത് ആരാണ്? യേശുവാണ്. അതുകൊണ്ടാണ് യേശു നമുക്ക് രക്ഷകനായി തീർന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ പാപത്തിന് വേണ്ടി യേശു ശിക്ഷ അനുഭവിച്ചു, എന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി എന്നെ വീണ്ടെടുത്തു എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ അവന് യേശു ആരായി തീർന്നു? രക്ഷകനായി തീർന്നു. അതാണ് ചോദ്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. ഓക്കെ, നമുക്കെല്ലാവർക്കും സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സമയത്ത് നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുകയും കാണപ്പെടാത്തതാണ് സകലത്തെയും ശുദ്ധനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകർത്താവായ യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകം പിതാവ് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശം പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവല്ല. പിതാവിൻ്റെ അവനാൽ സകലം ഉണ്ടായി. അവൻ മനുഷ്യനായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് വേണ്ടി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായിപ്പാൻ മൊത്തത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രഭാതന്മാരെ കൊണ്ട് കുറച്ചവനായ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലനായ വിശ്വസിച്ച് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭയ്ക്ക് ഇരിക്കാം.
അടുത്ത ചോദ്യം, ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ്. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന് ഉത്തരം പറയണം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ദൈവത്തിൻ്റെ നമ്മൾ കൽപ്പനകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, കൽപ്പനകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം? നടക്കണമെന്നാണ് ഈ ചോദ്യത്തിൻ്റെ ആശയം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ എന്നാണ് ചോദ്യം. ദൈവം എൻ്റെ സഹായനാകിയാൽ ഞാൻ ചെയ്യും. പറഞ്ഞേ, ആൺകുട്ടികൾ പറഞ്ഞേ. ഓക്കെ, അടുത്ത 3 ചോദ്യത്തിന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന് മുമ്പേ ഞാനത് വിശദീകരണമായിട്ട് പറഞ്ഞതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കർത്തൃ ദിവസത്തിൽ, അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിലും സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? അടുത്ത ചോദ്യം, തിരുവചനം വായിക്കുകയും, അതായത് വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഓക്കെ, അടുത്ത ചോദ്യത്തിന് ഉത്തരമായി ഞാൻ സമ്മതിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ സമ്മതിക്കുന്നു എന്ന്. ചോദ്യം ഇതാണ്: ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞവൻ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതാത് സ്ഥാനങ്ങൾ നിങ്ങൾക്ക് മുട്ടുകുത്തിക്ക് പയ്യെ മുട്ടുകുത്തി. ഇതൊരു സമർപ്പണ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിത്തരുമ്പോൾ സ്ഥിരീകരണ കുഞ്ഞുങ്ങൾ മാത്രം അത് എൻ്റെ പിന്നാലെ ചൊല്ലണം. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിൻ്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം ഇപ്പോൾ കേട്ടതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ പ്രമാണിപ്പാൻ മനുഷ്യൻ്റെ സ്വന്തമായ പരിശ്രമങ്ങളാൽ സാധ്യമല്ല. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ പ്രിയമക്കളുടെ മേൽ ദൈവം പകരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് മൗനമായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ പഠിച്ച തിരുവചന സത്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും പാലിപ്പാൻ തക്കണം, അനുസരിപ്പാൻ തക്കണം. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി ജീവിപ്പാൻ തക്കണം ദൈവം അവർക്ക് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ സമൂഹത്തിലും സഭയിലും അവരവർക്ക് തന്നെ അവരുടെ ഭവനത്തിലും ഏറ്റവും കൊള്ളാവുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം, നല്ല സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവരെ സഹായിക്കുന്നതിനൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അവർ ഭക്ഷണം കൊടുത്ത് വിടണം. സഭ ഒന്നടങ്കം നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ടുള്ള അപേക്ഷയാകുന്ന 414-ാമത്തെ കീർത്തനം നമുക്ക് ഈ സമയത്ത് വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പാടാം. 414-ാമത്തെ കീർത്തനം, അതിൻ്റെ 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും.
മൂന്നും നാലും ചരണങ്ങൾ സഭാമക്കൾ എല്ലാവരും ചേർന്ന് പാടണം. 414 കീർത്തനം പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ടുള്ള അപേക്ഷയാകുന്ന 414 കീർത്തനം. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസേനയിൽ അപേക്ഷാപൂർവം പാടാം. ദൈവാത്മാവേ വന്നൂതുക, എല്ലാവർ മേലും വീശുക, ഞങ്ങളെ ആത്മാവേ അനുഗ്രഹ തൈലമം നീ ആശ്വാസം ജീവൻ സ്നേഹത്തി നിത്യമാം പ്രകാശം മൂലം മാറ്റുക ഇരുൾ അശേഷം ശത്രുവേദൂരെ അകറ്റി തന്നിടണം ദിവ്യശാന്തി ഏക സത്യ നിത്യ ദേവ തദസുദാമ ശുദ്ധാത്മാ സഹായോ തന്നുഗ്രഹിച്ചിടണം എന്നേക്കു സ്തുതി നിനക്കേ തദാസുദാ ശുദ്ധാത്മാവേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായി പകരുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന സഭാമക്കൾ ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണം. സ്ത്രീകരണ കുഞ്ഞുങ്ങൾ അത് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഗായക സംഘത്തോടൊപ്പം സഭാമക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. സ്ത്രീകരണം കഴിവുള്ള കുഞ്ഞുങ്ങൾ അത് പ്രാർത്ഥിക്കേണ്ടതില്ല, ചൊല്ലേണ്ടതില്ല. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ
ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങൾ കർത്താവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ആൺകുട്ടികൾ എഴുന്നേറ്റ് നിങ്ങളുടെ സീറ്റിൽ പോയിരിക്കുക. ആൺകുട്ടികൾ മുമ്പ് ഇരുന്ന പോലെ നിങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കുക. പെൺകുട്ടികൾ എഴുന്നേറ്റ് കുറച്ചുകൂടെ ഇങ്ങോട്ട് ഒതുങ്ങിയിരുന്നേ, ഒതുങ്ങിയെന്ന് കുറച്ചുകൂടെ ഒതുങ്ങിയെന്ന് ഒതുങ്ങിയ. മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭാമക്കൾ എല്ലാവരും ചേർന്ന് ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാവരും ചേർന്ന് ആമേൻ എന്ന് പറയണം. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ രാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. അവിടെ പോയി ഇരുന്നോട്ടെ, സീറ്റിൽ പോയി. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളതായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും
നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിനാൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ.
കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട്
ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ രാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിന്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാൽ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടൻ നിലപടിയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിന്റെ പുത്രനും ഞങ്ങളെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോട് കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പുത്രക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളായ നാളൊക്കെ നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിന്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. സ്ത്രീയാണ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റിരിക്കാം. സ്ഥിരീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് തിരിക്കുക. സഭയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കും. സ്ഥിരീകരണം കഴിഞ്ഞവർ മാത്രം. ഇപ്പോൾ ബഹുമാനുള്ള അച്ഛൻ സ്വീകരണ വാക്യങ്ങൾ ചൊല്ലിത്തരും. സഭാമക്കളും കായിക സംഘവും ചേർന്ന് അത് ചൊല്ലണം. ചൊല്ലി നമ്മൾ ഈ പ്രിയ കുഞ്ഞുങ്ങളെ സഭയിലേക്ക് സ്വീകരിക്കുകയാണ്. സ്വീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അതിനെ അങ്ങനെ ചൊല്ലേണ്ടതില്ല. അവരെ സ്വീകരണ വചനങ്ങൾ ചൊല്ലി സ്വീകരിക്കുകയാണ്. അച്ഛൻ ചൊല്ലിത്തരുന്ന സ്വീകരണ വചനങ്ങൾ കായിക സംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ചൊല്ലണം. ഇന്ന് സ്വീകരണം ചെയ്യപ്പെട്ട മക്കളെ സഭയിലേക്ക് നമ്മളെല്ലാവരും ചേർന്ന് സ്വീകരിക്കുക. പച്ച ചൊല്ലിത്തരുന്ന പോലെ സഭാമക്കൾ അത് ഏറ്റു പറയുമ്പോൾ കുട്ടികൾ സ്വീകരണം കഴിഞ്ഞവർക്ക് ശ്രദ്ധയോടെ കേട്ട് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ അംഗങ്ങളായ ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോടുകൂടെ പങ്കുകൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിന് ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി നൽകുമെന്ന് ഉറപ്പു തരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യതയിൽ ഇവിടെ ഭൂമിയിൽ കർത്താവിനെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞേ. എത്രയും പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ പദവികളിലും പങ്കാളികളാകുന്നതിനും അതിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിനുമായി നാം ഇന്നേ ദിവസം നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ മശിഹായുടെ കൊടിക്കീഴിൽ ധൈര്യത്തോടെ പോരാട്ടം കഴിക്കുമെന്നും പ്രാണാവസാനം വരെ അവൻ്റെ വിശ്വസ്ത പടയാളികളും ദാസരുമായി തുറന്നുകൊള്ളുമെന്നും നാം വിശ്വസിക്കുന്നു. സഭാ മക്കൾക്ക് ഇരിക്കും. നമ്മൾ സാധാരണ വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കയ്യുസ്വരി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? കയ്യുസ്വരി സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ അടയാളമാണ് കയ്യുസ്വരി കൊടുക്കുന്നത്. കയ്യുസ്വരി ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് തരികയാണ്. പിന്നീട് എല്ലാവർക്കും പിന്നീട് ഒരുമിച്ചുണ്ടാവും. കയ്യുസ്വരി കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് മൈക്ക് വേണം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്നാണ് നമ്മൾ കൊടുക്കുന്ന ആൾ പറയാം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. വാങ്ങുന്ന ആൾ ആമേൻ എന്ന് പറയണം. കൊടുക്കുന്നത് വലത് കൈപ്പത്തി നമ്മുടെ കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ പിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? വലത് കൈപ്പത്തി നമ്മുടെ കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ പിടിക്കും. എന്നിട്ട് പറയണം ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറയുക. വാങ്ങുന്ന ആളെന്ന് പറയണം ആമേൻ എന്ന് പറയുക.
അയാൾ കൊടുക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ സമാധാനം എന്നോ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറയുക. വാങ്ങുന്ന ആൾ എന്ത് ചെയ്യുക? ആമേൻ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കൈസരി നൽകുകയാണ്. കൈസരി വരുമ്പോൾ നിങ്ങളിവിടെ വന്ന് അത് വാങ്ങിക്കൊണ്ടുപോയി അതാത് സ്ഥാനങ്ങൾ നിൽക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ലൈനായിട്ട് വരികയും കൈസരി വാങ്ങിയതിന് ശേഷം അവിടെ തന്നെ പോയി നിൽക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ക്രിസ്തുവിലുള്ള നമ്മുടെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ കൈസരി ഞാൻ നിങ്ങൾക്ക് സമയത്ത് നൽകുന്നു. എന്നാട്ടെ, ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം, 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 ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. കൈ പിടിച്ചു. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ഇപ്പോൾ സ്ഥിരീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് സ്ഥിരീകരണ കാർഡുകൾ നൽകുന്നതാണ്. അച്ഛൻ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ മുമ്പോട്ട് വന്ന് ആ കാർഡുകൾ വാങ്ങണം. കാർഡ് ഒരു വളരെ ചെറിയൊരു കാർഡാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ വായിക്കുന്ന വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ അല്ലാതെയോ സൂക്ഷിച്ച് വെക്കുക. അവിടുത്തെ തന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ അവയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി ആ കാർഡുകൾ ഉപയോഗിക്കാം. ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പേരിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ തീയതി വ്യത്യാസങ്ങളോ അങ്ങ് ഒപ്പിടാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അച്ഛനോട് വന്ന് കറക്റ്റ് ചെയ്തും കൂടെ കൊണ്ടുപോകണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പേര് വിളിക്കുമ്പോൾ നിങ്ങൾ ഇരുന്നാട്ടെ. പെൺകുട്ടികൾ നിൽക്കുക. പെൺകുട്ടികൾ നിൽക്കുക. കാർഡ് വാങ്ങിക്കൊണ്ട് പോയിട്ട് അവിടെ എന്ത് ചെയ്യണം? ഇരിക്കുക. കാർഡ് വാങ്ങുന്നവർ അവിടെ പോയി ഇരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ലൈനായിട്ട് പേര് വിളിക്കുമ്പോൾ ലൈനായിട്ട് വന്നു. ദീപിക ആർ, ജനിറ്റ സാറേ ഈ കുഷിനെ മാറ്റിയിടാം. ചവിട്ടും ഇവൻ കേൾക്കണോടെ. ജെനിഫർ ജി, രത്നരാജ്, സാൻഡ്രിയ കെ, സരഞ്ജിത്ത് കെ. എല്ലാവരും എഴുന്നേറ്റ്. കാർഡ് കിട്ടുന്നവർ മാത്രം ഇരുന്നാൽ മതി. എല്ലാവരും എഴുന്നേറ്റ്. ദേവനിക്ക് കാർഡ് കിട്ടിയവരിയ്ക്കുക. ദേവനിക്ക്. സാംകുമാർ റാം, ദിനേഷ് ആർ, ദേവനിക്ക്. മേഷക് ജി, ദേവനിക്ക്. ജസ്ലീൻ ആർ,
സാദ്രക് എസ്. ദൈവം സുഭാഷ് എസ്. ദൈവം ശ്രീജ എസ്. ദൈവം ജെൻസൺ. ദൈവം കെവിൻ. ദൈവം സഞ്ജയ് സഹായ്. ദൈവം ശരൺ സഹായ്. ദൈവം ജെയ്സൺ ജെ. ദൈവം ആകാശ്. ദൈവം ജോഷുവ വൈ. ദൈവം എമി മോൾ. ദൈവം ബ്ലസ്സി ആർ. ദൈവം ദൈവം അബീഷ് എ. അലൻ ജോഷുവ. ദൈവം ജെനിഫർ ആർ. ദൈവം ജെർലിൻ ആർ. ദൈവം ജയ റീഷ. ദൈവം ഗോഡ്സൺ വൈ. ദൈവം ജെൻസിയ വൈ. ദൈവം ജീവിത എസ്. ദൈവം ആഷ്മി എ. ദൈവം ആർഷിയ. ദൈവം ജനീഷ് എസ്. ദൈവം ലിബിൻ ജോൺ. ദൈവം ബെനിൽ ഡി. ദൈവം എമാനുവേൽ കെ. ദൈവം നന്ദിനി ആർ. ദൈവം ഇന്ദു എസ്. ദൈവം പൊൻരാജ് ദുരൈ. ദൈവം ഗീത പൊൻരാജ്. ദൈവം സുഭാഷ് ദുരൈ. ദൈവം ജെയ്സൺ ജെ. ദൈവം ജോബിൻ ജെ. ജോസഫ് ടെൻസി. ദൈവം ദൈവം അഭിനവ്. ദൈവം ജാസ്മിൻ. ദൈവം ദൈവം മൈക്ക് സ്റ്റാപ്പാണ് സ്റ്റാപ്പ്. സ്ഥിരീകരണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ, കുട്ടികൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഓക്കെ. സമാധാനത്തോടുകൂടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെട്ടിരിപ്പീൻ, നല്ലതിനെ മുറുകെ പിടിപ്പീൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുവേൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവേൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായി എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം.